2023 കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് മറുനാടൻ മലയാളിക്കെതിരെ ഉണ്ടായ പോലീസ് കേസാണ്. പോലീസ് കേസ് അങ്ങനെ വെറുതെ ഉണ്ടായതല്ല. മറുനാടൻ മലയാളി ഓൺലൈൻ ചാനലിൻ്റെ ഉടമസ്ഥനും പത്രാധിപനുമായ ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞൊരു മഹാനുണ്ട്. അദ്ദേഹം യൂട്യൂബിൽ ചെയ്ത ഒരു വീഡിയോ അപകീർത്തികരം മാത്രമല്ല, ജാതി അധിക്ഷേപം കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മഹാനായ കുന്നത്തുനാട് MLA സഖാവ് PV ശ്രീനിജൻ ഒരു പരാതി പോലീസിൽ കൊടുത്തു. പരാതി കൊടുത്ത ശ്രീനിജൻ ആയതുകൊണ്ട് പോലീസുകാരത് ഭയഭക്തി ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. ശ്രീനിജൻ വെറൊരു MLA അല്ല, അദ്ദേഹം ഒരു ഗംഭീരനായ MLA ആണ്, അഡ്വക്കേറ്റാണ്. അതിലുപരി മുൻ ചീഫ് ജസ്റ്റിസിൻ്റെ മകളുടെ ഭർത്താവാണ്. ഇദ്ദേഹം കോൺഗ്രസ്സിലായിരുന്ന കാലത്ത് DYFIക്കാരും SFIക്കാരും മാർക്സിസ്റ്റുകാരൊക്കെ പുള്ളിക്കെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്, സാമ്പത്തിക തട്ടിപ്പടക്കം. പക്ഷേ അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആരോപണങ്ങളൊക്കെ അവർ പൂർവ്വകാല പ്രാബല്യത്തോടെ പിൻവലിച്ചു. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തെ മഹത്വപ്പെടുത്തി വിശുദ്ധനാക്കി കുന്നത്തുകാട്ട് മത്സരിപ്പിച്ചു, ജയിപ്പിച്ചു. അതേ MLA ആയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ വീഡിയോ വരുന്നത്. ആ വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീനിജൻ കോപാകുലനാക്കി ഒരു പരാതി പോലീസിൽ കൊടുക്കുകയും ചെയ്തു. ഈ പരാതി അദ്ദേഹത്തിൻ്റെ തന്നിഷ്ടപ്രകാരം കൊടുത്തല്ല, അതിൻ്റെ പുറകിൽ അലി മുതലാളിയുടെ അൻവർ മുതലാളിയുടെ കൃത്യമായ ഒത്താശയും പിന്തുണയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പേരും കൂടി ചേർന്നാൽ വലിയൊരു ശക്തിയാണെന്ന് നമുക്കറിയാം. ഒന്ന് ശ്രീനിജൻ മുതലാളി, പിന്നെ അലി മുതലാളി, പിന്നെ അൻവർ മുതലാളി, പിന്നെ പണി പോയ ഒരു സബ് ജഡ്ജി. അപ്പോൾ കംപ്ലീറ്റായി. ഇവരുടെ ഈ പരാതി കിട്ടി കഴിഞ്ഞപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി പരാതി നിലനിൽക്കില്ല. കാരണം ഇതിൽ കുന്നത്തുനാട് MLA എന്നൊരു പരാമർശം മാത്രമേ ഉള്ളൂ. കുന്നത്തുനാട് MLA എന്നോ പെരുമ്പാവൂർ MLA എന്നോ ഒന്നും പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അപകീർത്തികരമാവുന്നില്ല. അപകീർത്തികരമായ തന്നെ അതിൽ ജാതി അധിക്ഷേപമൊന്നുമില്ല. അതുകൊണ്ട് ഇതിൽ കേസ് നിൽക്കുകയില്ല എന്നാണ് അന്വേഷിച്ച DYSPക്ക് തോന്നിയത്. പക്ഷേ അദ്ദേഹം നിയമോപദേശം തേടി. ഏത് രീതിയിലുള്ള ഉപദേശം കൊടുക്കാൻ പറ്റിയ ചില ആളുകൾ നമ്മുടെ സർക്കാരിലുണ്ട്. അവർ നോക്കിയിട്ട് പറഞ്ഞു ഇത് കുന്നത്തുനാട് പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള സീറ്റാണ്, അവിടുത്തെ MLAയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് തന്നെ അധിക്ഷേപമാണ്, അവഹേളനമാണ്. അതുകൊണ്ട് ആരവിടെ ബെറ്റർ ഡേവിൻ്റെ തല എന്ന് പറയാം. ഉടനെ പോലീസുകാർ രംഗത്ത് വരുന്നു, കേസ് ചാർജ് ചെയ്യുന്നു. ഈ സമയത്ത് ഷാജൻ സ്കറിയ ഒരു മുൻകൂർ ജാമ്യ ഹർജിയുമായിട്ട് എറണാകുളത്തെ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയെ സമീപിക്കണം. കാരണം പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെ അതിക്രമം തടയൽ നിയമം അനുസരിച്ച് എല്ലാ ജഡ്ജിമാർക്കും ഇതിലെ കേസുകൾ കേൾക്കാൻ പറ്റിയില്ല. അതിന് നോട്ടിഫൈ ചെയ്തിട്ടുള്ള കോടതിയിൽ മാത്രമേ പറ്റൂ. എറണാകുളം ജില്ലാ സംബന്ധിച്ചുള്ള നോട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജാണ്. അവിടെ കൊണ്ടുപോയി മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കും. സർക്കാരും ശ്രീനിജനും ഇതിനെ അതിശക്തമായി എതിർക്കും. ജില്ലാ ജഡ്ജി ഇത് കേട്ട് രണ്ടുപേരുടെ വാദം അംഗീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. അതിൽ ചെറിയൊരു ലോജിക്കുണ്ട്. കാരണം ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെ അതിക്രമം തടയൽ നിയമം അനുസരിച്ച് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കാമെങ്കിലും അത് അനുവദിക്കാൻ നിയമമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ വന്ന ഉടനെ തള്ളണം. അങ്ങനെ അത് തള്ളി. അതിനെതിരായിട്ട് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി ജഡ്ജി അതിൽ പ്രഗത്ഭനാണ്. പുള്ളി എന്തെന്ന് വെച്ചാൽ ഈ ഷാജൻ സ്കറിയയ്ക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കുക മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തെ തന്നെ വിമർശിച്ചു. അതിലുപരി സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസായി ഇദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനെ പറ്റി പരാമർശിച്ചത് കോടതി അലക്ഷ്യമാണ് എന്ന രീതിയിൽ കൂടി പരാമർശിച്ചു. അങ്ങനെ അതും തള്ളി. ആ സമയത്ത് ഷാജൻ സ്കറിയയെ പൂട്ടും എന്നെല്ലാവരും വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ സ്ഥാപന റേഡിയോ ക്യാമറയും മറ്റേ കമ്പ്യൂട്ടർ അടക്കം എടുത്തുകൊണ്ടുപോയി. ഇതൊക്കെ വിവാദമായപ്പോൾ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാവരും മൗനം പാലിച്ചു. അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ആളുകൾക്ക് വലിയ സന്തോഷമായി. ഡി കമ്പനി വളരെ ആഹ്ലാദഭരിതരായി എന്ന് മാത്രമല്ല, ഇവരുടെ ചാനൽ പൂട്ടിച്ചപ്പോൾ ഇടി നിലവിളിയായിരുന്നു. പക്ഷേ ഈ മറുനാടൻ മലയാളി പൂട്ടിയപ്പോൾ ഇത് പണ്ടേ പൂട്ടിക്കണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇത്ര നാളായിട്ട് പൂട്ടിച്ചില്ല എന്ന് പറഞ്ഞ് 3-4 ദിവസം ചർച്ച നടത്തി. അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ് ചന്ദ്രചൂഡ് തൽക്കാലത്തേക്ക് അറസ്റ്റ് തടഞ്ഞു. പിന്നീട് വിശദമായി വാദം കേൾക്കുന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ വിശദമായി വാദം കേട്ടിട്ടാണ് ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഓർഡർ വന്നത്. ഞാൻ ആ 70 പേജുള്ള ഓർഡർ വായിച്ചു. ഇടിവെട്ട് പോലത്തെ ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. വെറും ഒരു മുൻകൂർ ജാമ്യ ഹർജിയുടെ വിധിയല്ല. അതിൽ ഈ പട്ടികജാതി നിയമം എന്തിനു വേണ്ടി ഉണ്ടാക്കിയത്, എന്താണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്നും അത് ഏത് രീതിയിലാണ് പ്രാവർത്തികമാക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പട്ടികജാതിക്കാരനായ ഒരാൾ ഇയാൾ പട്ടികജാതിക്കാരനാണെന്നുള്ള അറിവ് മാത്രം പോരാ, അയാളെ ആക്ഷേപിച്ചാലും പോരാ. പട്ടികജാതിക്കാരനാണ് എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കണം. പട്ടികജാതിയുമായി
ബന്ധപ്പെടുത്തി പറഞ്ഞാൽ മാത്രമേ ഇത് പ്രകാരമുള്ള ഒഫൻസ് നിലനിൽക്കുകയുള്ളൂ എന്ന് വളരെ ഖണ്ഡിതമായി അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീനിജൻ്റെ പരിപ്പ് ഇവിടെ വേവുകയില്ല എന്ന് ആ പറഞ്ഞ രീതിയിലല്ല എങ്കിൽ പോലും അതിൻ്റെ അകത്തുണ്ട്. മാത്രമല്ല ഒരാളുടെ അമ്മായിയപ്പനെ കുറിച്ച് നടത്തുന്ന പരാമർശമൊന്നും ഈ കേസിൽ സംഗതമല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള നിയമങ്ങൾ ഒരു പരിചയമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്, അല്ലാണ്ട് ഒരു വാളായിട്ട് ആക്രമിക്കാൻ വേണ്ടിയല്ല ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന സൂചനയും ആ ഉത്തരവിലുണ്ട്. ഏതായാലും ഈ ഉത്തരവ് വന്നതിന് ശേഷം മുഖ്യധാര മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തു, ഒരു കോളത്തിൽ 2 കോളത്തിലൊക്കെ വാർത്ത കൊടുത്തു. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥമായ പ്രസക്തി എന്താണ്, പ്രാധാന്യം എന്താണെന്ന് ഒരാളും ചർച്ച ചെയ്തില്ല. ഡി കമ്പനിക്കാർ വിവരം തന്നെ അറിഞ്ഞിട്ടില്ല. അവരിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയുമില്ല, ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചാനലിൽ രക്ഷപ്പെട്ടുകൊണ്ട് ഇനി ബാക്കിയെല്ലാം പൂട്ടി പോകണമെന്നുള്ള അവരുടെ താല്പര്യം. ഏതായാലും സംഗതി ജോറായിട്ടുണ്ട്. ഈ ഷാജൻ സ്കറിയയെ പറ്റി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്നത് ഒരു നീതിമാൻ 7 തവണ വീണാലും എഴുന്നേൽക്കും, പാപിയോ അനർത്ഥത്തിൽ നശിച്ചു പോകും എന്നാണ്. ഏതായാലും ഷാജൻ സ്കറിയയെ എന്തുകൊണ്ടാണ് മുഖ്യധാര മാധ്യമങ്ങൾ വെറുക്കുന്നത്, എന്തുകൊണ്ടാണ് എതിർക്കുന്നത്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അപലപിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ചാനൽ പൂട്ടണമെന്ന് മുഖ്യധാര ചാനലിലുള്ള ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ കാരണം വ്യക്തമാണ്. കാരണം ഇവന്മാരൊക്കെ മൂടി വയ്ക്കുന്ന പല വാർത്തകളും ഈ ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ വിദ്വാൻ, അയാളൊരു പത്രപ്രവർത്തകനേ അല്ല, മാധ്യമപ്രവർത്തകനേ അല്ല, പക്ഷേ അയാൾക്ക് ബോധമൊക്കെ പറയാനുള്ള ധൈര്യമുണ്ട്. ഇതിൽ പറഞ്ഞ എല്ലാ വാർത്തകളും 100% ശരിയാണെന്നോ എല്ലാ വ്യാഖ്യാനങ്ങളും എന്താണ് പരിപൂർണമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പല അബദ്ധങ്ങളും പുള്ളിക്കും പറ്റുന്നുണ്ട്, മനഃപൂർവ്വമായിട്ടാവണമെന്നില്ല, അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അതിനൊരു പ്രസക്തിയുണ്ട്. ആ പ്രസക്തി ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ഇത് കാണുന്നത്. അല്ലെങ്കിൽ ഈ നാട്ടിൽ എത്ര ചാനലുകളുണ്ട്, യൂട്യൂബ് ചാനലുകളുണ്ട് ഇല്ലേ? ഏഷ്യാനെറ്റ് കണ്ണേക്കാൾ കൂടുതൽ ആൾക്കാരും മറുനാടൻ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് വിശ്വാസ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതിൽ ബാക്കിയുള്ളവർ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പറയാൻ മടിയുള്ള കാര്യങ്ങൾ, നിങ്ങൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ പറയാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ ഷാജൻ സ്കറിയ മുഖത്ത് നോക്കി പറയും, അല്ലെങ്കിൽ ക്യാമറയിൽ നോക്കി പറയും. ആളുകളത് വിശ്വസിക്കും. അതുകൊണ്ടാണ് പിന്നെ ആളുകൾ കാണും. അതിനെ വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഏതായാലും സുപ്രീം കോടതിയിൽ നിന്നെങ്കിലും നീതി കിട്ടി എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പോഴും പല പരാതികളും പലരും കൊടുക്കുന്നുണ്ട്. അൻവർ മുതലാളി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. പുള്ളിയുടെ താല്പര്യപ്രകാരം വേറെയും പിന്നെയും പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പോലീസുകാർക്ക് മനസ്സിലായി ഇത് അൻവറിൻ്റെ വാക്കിട്ടിറങ്ങി പുറപ്പെട്ടാൽ സംഗതി പുലിവാലാവും എന്നുള്ളത്. ഏതായാലും ഈ ധർമ്മയുദ്ധത്തിൽ പൂർണ്ണമായിട്ടല്ല ഭാഗികമായിട്ടെങ്കിലും വിജയിച്ച ഷാജൻ സ്കറിയയെ അഭിനന്ദിക്കുന്നു. ഒരു നീതിമാൻ 7 തവണ വീണാലും എഴുന്നേൽക്കും എന്ന ദൈവവചനം ഒരിക്കൽ കൂടി അനുസ്മരിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.